തനുജ അവകാശപ്പെടുന്നത് സിദ്ധാർത്ഥൻ എന്ന ആള് തന്റെ അച്ഛനാണെന്നല്ലേ? അതിനെന്താ തെളിവ്? അച്ഛൻ തന്നെ തെളിവുകൾ ഇല്ലാതാക്കിയ പിന്നെ മോൾ എന്ത് ചെയ്യാനാ? ഇതൊക്കെ ആരാ തന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? സിദ്ധാർത്ഥൻ സാറാണ് തന്റെ അച്ഛനെന്ന് താൻ എങ്ങനെ മനസ്സിലാക്കിയത്? ആരെങ്കിലും തന്നോട് പറഞ്ഞോ? അതോ ഏതെങ്കിലും രേഖകളിൽ നിന്ന് തനിക്കങ്ങ് മനസ്സിലായോ? എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നല്ലൊരു മനുഷ്യന്റെ പേരിൽ താനിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? വ്യക്തമായ ഉറപ്പില്ലാതെ ഒരാൾ ഇതുപോലെ വിളിച്ചു പറയൂ? ഞാൻ പറഞ്ഞത് കെട്ടിച്ചമച്ചതാണെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല? പിന്നെ വെറുതെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാ എല്ലാവരും അങ്ങ് കേസിന് പോവല്ലേ? ഓ അത് ശരി, നിങ്ങളും ഇതിൽ ഇടപെടില്ല അല്ലേ? കണ്ടോ അവളുടെ ഭാവം മാറിയത് കണ്ടോ? ഇതല്ല, ഇനിയും എന്റെ മാറ്റങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എനിക്കെതിരെ കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ. DNA ടെസ്റ്റിനും വെല്ലുവിളിക്കും. ആണോ? എന്നത്താ പോയി കേസ് കൊടുക്ക്, കോടതി തീരുമാനിക്കും. മര്യാദയ്ക്ക് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല അല്ലേ? കല്യാണം മുടക്കാൻ ശ്രമിച്ചതൊക്കെ അങ്ങ് മറക്കാൻ ശ്രമിക്കുമ്പോ താനങ്ങ് ആളാവ്. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കിട്ടാനുള്ള പണവും മറ്റു വസ്തുക്കളും വാങ്ങിത്തരണം. എങ്കിൽ കാര്യങ്ങൾ മര്യാദയ്ക്ക് അവസാനിക്കും. ഇല്ലെങ്കിൽ അയാളെ കോടതി കയറ്റും. കോടതി വഴി എന്റെ അച്ഛനെ ഞാൻ നേടിയെടുക്കും. ഇറങ്ങി പോടി ഇവിടുന്ന് മോളെ. ഇനിയും നീ ഇവിടെ നിന്നാ കൊല്ലും നിന്നെ ഞാൻ. ഇറങ്ങിപ്പോ തനുജ. പുറത്തു പോവാൻ. പുറത്തു പോ, പുറത്തു പോവാൻ. സമാധാനമായിട്ട് കാര്യങ്ങളൊന്ന് തീർക്കാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. അത് സമ്മതിക്കില്ല. അച്ഛന്റെ സ്വത്തും പണവും കൈവിട്ടു പോകുന്നുള്ള ദേഷ്യത്തിലാ ചേച്ചി കിടന്ന് തുള്ളിയത്. സാരമില്ല, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. വരട്ടെ ഗിരീഷേ. പോട്ടെ മോളെ. പോട്ടെ മോളെ, സാരമില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.